നമസ്കാരം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് തിരുവിഴാംകുന്ന് ഫാമിലെ മരം മുറി ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ അന്വേഷണ റിപ്പോർട്ടിൽ തിരിമറിയെന്ന് കോൺഗ്രസ്. മരം കൊള്ളയ്ക്ക് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി വേണമെന്നും നിയമപരമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ. നിപ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ജനങ്ങൾ ദുരിതത്തിലെന്ന CPM. അവശ്യ സാധനങ്ങളും രോഗികൾക്ക് പരിചരണവും ഉറപ്പാക്കണമെന്നാവശ്യം. ചങ്ങലേരിയിൽ ഡ്രോൺ ഉപയോഗിച്ചും കണ്ടെയ്ൻമെന്റ് സോണുകളിൽ പരിശോധന. മണ്ണാർക്കാട് ബ്ലോക്ക് പരിധിയിലെ 4 ഗ്രാമപഞ്ചായത്തുകളിൽ സെക്രട്ടറിമാരില്ല. സ്ഥലം മാറിപ്പോയ സെക്രട്ടറിമാർക്ക് പകരം പുതിയ നിയമനം നടന്നില്ല. ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് UDF ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ഭരണം പിടിക്കാനുള്ള ഗൂഢനീക്കമെന്ന് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം. മഴ വീണ്ടും ശക്തിപ്പെട്ടതോടെ പട്ടാമ്പി ടൗണിൽ യാത്രാ ദുരിതം. ബസ് സ്റ്റാൻഡ് മുതൽ മേലെ പട്ടാമ്പി വരെ റോഡിൽ നിറയെ കുഴികൾ. ഇത് കാരണം അപകടങ്ങളും ഗതാഗതക്കുരുക്കും പതിവ്. ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള കർശന നടപടികൾ ഉറപ്പാക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ഉത്തരവ് ബസ്സിടിച്ച് അതിഥി തൊഴിലാളി മരിച്ച അപകടത്തിന് പിന്നാലെ സമർപ്പിക്കപ്പെട്ട പരാതി. മാസത്തിലൊരിക്കൽ ബസ് സ്റ്റാൻഡിൽ പരിശോധന നടത്തണം. ചെറുപ്പശ്ശേരി ബസ് സ്റ്റാൻഡിലെ അപകടാവസ്ഥയിലുള്ള കെട്ടിടം ഉടൻ പൊളിക്കും. കെട്ടിടത്തിലെ വ്യാപാരികളോട് ഒഴിയാൻ നോട്ടീസ് നൽകി നഗരസഭ. 7 കോടി രൂപ ചെലവിൽ ബസ് സ്റ്റാൻഡ് നവീകരിക്കാൻ പദ്ധതി. വിശദമായ വാർത്തകൾ നോക്കാം. മണ്ണാർക്കാട് തിരുവിഴാംകുന്ന് ഫാമിലെ മരം മുറി ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ അന്വേഷണ റിപ്പോർട്ടിൽ തിരിമറിയെന്ന് കോൺഗ്രസ്. മരം കൊള്ളയ്ക്ക് കൂട്ടുനിന്ന മുഴുവൻ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി വേണമെന്നും ഇല്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാർഷിക സർവകലാശാല നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ കണ്ടെത്തി നൽകിയ റിപ്പോർട്ട് മറച്ചുവെച്ച് ഉദ്യോഗസ്ഥരെ വെള്ളപൂശുന്ന റിപ്പോർട്ടാണ് സർവകലാശാല ബോർഡ് മീറ്റിംഗിൽ സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും. ഫാമിലെ 246 പാഴ്മരങ്ങൾ മുറിക്കാനുള്ള അനുമതിയുടെ മറവിൽ 69 മരങ്ങൾ അനധികൃതമായി മുറിച്ചു കടത്തിയെന്നാണ് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയത്. ഫാം മേധാവി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയും ശുപാർശ ചെയ്തിരുന്നു. ഈ ശുപാർശ നടപ്പാക്കിയില്ലെന്ന് മാത്രമല്ല 11 മരങ്ങളെ അനധികൃതമായി മുറിച്ചിട്ടുള്ളൂ എന്ന റിപ്പോർട്ടാണ് ബോർഡിൽ സമർപ്പിക്കുന്നത്. ഇത് കൊള്ളയ്ക്ക് കൂട്ടുനിന്നവരെ സഹായിക്കാനാണ്. 16 വർഷമായി സർക്കാർ വിലാസം ജീവനക്കാർ ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുകയാണെന്നും മരം മുറിച്ചു കടത്താനുള്ള ഒത്താശ ചെയ്തവരെ വെള്ളപൂശുന്ന നടപടിയാണ് അധികൃതർ സ്വീകരിക്കുന്നതെന്നും നേതാക്കൾ ആരോപിച്ചു. ഭരണവിലാസം സംഘടനയിൽ 16-17 വർഷമായി സാധാരണ 3 വർഷമൊക്കെ കൂടുമ്പോൾ സർക്കാർ സ്ഥാപനങ്ങളിൽ 3 വർഷം കൂടുമ്പോൾ സാധാരണ ട്രാൻസ്ഫർ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 16-17 വർഷമായി ഈ ഉദ്യോഗസ്ഥർ അവിടെ തന്നെ അടയിരിക്കുക. അപ്പോൾ എല്ലാ അഴിമതിക്കും കൃത്യമായ കൂട്ട് നിൽക്കുന്നതിന് പുറമെ എത്തേണ്ട ദിക്കിലേക്ക് അവരുടെ അഴിമതിയുടെ ഒരു പങ്ക് അവർ വാങ്ങുന്നതിൻ്റെ അവർക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ വിഹിതം എത്തേണ്ട ദിക്കുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം നടത്തി അതേ ആളുകളാണ് അന്വേഷണത്തിന് രേഖകളൊക്കെ ഹാജരാക്കിയത്. ആരുടെ പേരിലാണോ നമ്മൾ ഗുരുതരമായിട്ടുള്ള ക്രമക്കേട് ആരോപണം ഉന്നയിച്ചെങ്കിൽ അതേ ആളുകൾ തന്നെയാണ് ഇപ്പോൾ അതിൻ്റെ രേഖകൾ കൊടുത്ത്. എന്തായാലും 69 മരങ്ങൾ മുറിച്ചു മാറ്റിയെന്ന് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയത് ഇപ്പോൾ 11 മരങ്ങൾ മാത്രമേ അവിടെ നഷ്ടപ്പെട്ടിട്ടുള്ളൂ എന്ന് ഒരു അന്വേഷണം ചുരുക്കി അവരൊക്കെ എല്ലാ അതിൻ്റെ അഴിമതിക്കാരെയൊക്കെ സംരക്ഷിച്ച് വെള്ളം പൂശിയൊരു റിപ്പോർട്ട്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട്, നേതാക്കളായ CJ രമേശ്, ഉമ്മർ മനച്ചിത്തൊടി, PP ഏനു, ഷിഹാബ് കുന്നത്ത്, ഹമീദ് മണലടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നിപ കുമരമ്പത്തൂരിലെ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന കർശനമാക്കി. കഴിഞ്ഞ ദിവസം കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിച്ച യുവാവും പോലീസും തമ്മിൽ തർക്കവും കയ്യാങ്കളിയും നടന്നിരുന്നു. നിപ്പ ബാധിച്ച് മരിച്ചയാളുടെ മകനും നിപ്പ സ്ഥിരീകരിച്ചതോടെ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത്. ആശങ്കയുടെ സാഹചര്യമില്ലെങ്കിലും മുൻകരുതലിന്റെ ഭാഗമായാണ് നിയന്ത്രണം കർശനമാക്കുന്നത്. ആളുകൾ അനാവശ്യമായി പുറത്തിറങ്ങുന്നത് തടയുകയാണ് ഡ്രോൺ പരിശോധന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചങ്ങലേരി പള്ളിപ്പടിയിൽ ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തി. മറ്റു വാർഡുകളിലും പരിശോധന നടത്തുന്നുണ്ടെന്ന് പോലീസ് അറിയിച്ചു. പോലീസിന്റെയും ആരോഗ്യവകുപ്പ് അധികൃതരുടെയും കണ്ണിൽപ്പെടാത്ത സ്ഥലങ്ങളിൽ ആളുകൾ ഒത്തുകൂടുന്നുണ്ടെന്ന പരാതി അധികൃതർക്ക് ലഭിച്ചിട്ടുണ്ട്. അതേസമയം കണ്ടെയ്ൻമെന്റ് സോൺ അതിർത്തികളിൽ സ്ഥാപിച്ചിട്ടുള്ള ബാരിക്കേഡിന് സമീപം പോലീസിനൊപ്പം കണ്ടെയ്ൻമെന്റ് സോണിലുള്ളവരും കൂട്ടം കൂടി നിൽക്കുന്നത് തർക്കത്തിനും കയ്യാങ്കളിക്കും ഇടയാക്കുന്നതായി ജില്ലാ ഭരണകൂടത്തിന് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനുള്ള നിർദ്ദേശവും അധികൃതർക്ക് നൽകിയിട്ടുണ്ട്. കരിമ്പുഴ പഞ്ചായത്തിലെ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ഉൾപ്പെട്ട ജനങ്ങൾക്ക് അവശ്യ വസ്തുക്കളും മറ്റ് സഹായങ്ങളും ലഭ്യമാക്കണമെന്ന് CPM. പെട്ടെന്ന് വാർഡുകൾ അടയ്ക്കേണ്ടി വന്നതോടെ നിത്യവരുമാനക്കാരായ ആളുകളും രോഗികളും ദുരിതത്തിലാണെന്നും CPM നേതാക്കൾ പറഞ്ഞു.
കുമരമ്പത്തൂർ ചങ്ങലേരിയിൽ നിപ സ്ഥിരീകരിച്ചതോടെയാണ് അയൽ പഞ്ചായത്തായ കരിമ്പുഴയിലെ 3 വാർഡുകളും കണ്ടെയ്ൻമെൻറ് സോണായി പ്രഖ്യാപിച്ചത്. 4, 6, 7 വാർഡുകളാണ് അടച്ചിട്ടിരിക്കുന്നത്. പെട്ടെന്ന് വാർഡുകൾ അടച്ചിടേണ്ടി വന്നതിനാൽ ജനങ്ങൾ വലിയ പ്രയാസം നേരിടുന്നതായി CPM നേതാക്കൾ പറഞ്ഞു. രോഗികളും നിത്യവരുമാനക്കാരായവരും പെട്ടിരിക്കുകയാണ്. കാവൽ നിൽക്കുന്ന പോലീസുകാർക്കുള്ള ഭക്ഷണ വിതരണം മാത്രമാണ് പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തുന്നത്. എന്നാൽ നിത്യവൃത്തിക്കായി എന്തു ചെയ്യണമെന്നറിയാതെ കഴിയുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് മരുന്ന്, ഭക്ഷണം എന്നിവയുടെ വിതരണം പ്രാദേശിക സർക്കാരുകൾ ഉറപ്പുവരുത്തണമെന്ന് CPM കരിമ്പുഴ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി K. സുബ്രഹ്മണ്യൻ പറഞ്ഞു. കരിമ്പുഴ പഞ്ചായത്തിലെ തൊട്ടടുത്ത പഞ്ചായത്തായ കൊമരമ്പത്തൂർ 10-ാം വാർഡിൽ നിപ്പ സ്ഥിരീകരിച്ചതിൻ്റെ പേരിൽ അതിൻ്റെ തൊട്ടടുത്ത വാർഡായ കരിമ്പുഴ 1 വില്ലേജിലെ 4-ാം വാർഡും അതുപോലെ തന്നെ 2 വില്ലേജിലെ 6, 7 വാർഡുകളും കണ്ടെയ്ൻമെൻറ് സോണിലാണ്. ഇവിടെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഈ പ്രദേശത്ത് താമസിക്കുന്ന ദുരിതം അനുഭവിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ നിത്യേന പണിക്ക് പോകുന്നവരുണ്ട്, നിത്യരോഗികളുണ്ട്, മരുന്ന് വേണ്ടവരുണ്ട്, പരിശോധനയ്ക്ക് പുറത്തു പോകേണ്ടവരുണ്ട്, ഷുഗറായാലും അതുപോലെ തന്നെ BP ഒക്കെ പരിശോധനയ്ക്ക് വേണ്ടി പുറത്തു പോകേണ്ട നിർധനരായ കുറേ ആളുകൾ താമസിക്കുന്നുണ്ട്. ഈ പ്രദേശത്ത് ഒരു പ്രാദേശിക സർക്കാരാണ് പഞ്ചായത്ത് ഭരണമെന്നാണ് നമ്മുടെ പൊതുവിലുള്ള കാഴ്ചപ്പാട്. അതിനനുസരിച്ചിട്ട് ജനങ്ങളുടെ ദുരിതം അകറ്റാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും കരിമ്പുഴ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു വിധ ശ്രദ്ധയും ഇല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ഈ പ്രദേശത്തൊക്കെ നേരത്തെ സൂചിപ്പിച്ച പോലെ ആളുകൾക്ക് അത്യാവശ്യമായ മരുന്നും അതുപോലെ ഭക്ഷണം, കിടപ്പ് രോഗികൾക്ക് ചികിത്സയ്ക്കായ സൗകര്യമൊക്കെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് CPIM-ൻ്റെ ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി പറയാനുള്ളത്. കണ്ടെയ്ൻമെൻറ് സോണുകളായി പ്രഖ്യാപിച്ച 3 വാർഡുകളിലും ഉടൻ അവശ്യ സാധനങ്ങളുടെ വിതരണവും മരുന്നുകളും കിടപ്പ് രോഗികൾക്കുള്ള പരിചരണവും ഉറപ്പുവരുത്തണമെന്ന് CPIM കരിമ്പുഴ ലോക്കൽ കമ്മിറ്റി അംഗം TP സുധീരനും ആവശ്യപ്പെട്ടു. ഇവിടെ നിത്യരോഗികളായിട്ടുള്ള ആളുകൾ, പാലിയേറ്റീവ് പേഷ്യൻസ്, അതുപോലെ ദിവസവും കൂലിപ്പണിക്ക് പോകുന്ന ആളുകൾ, അവർക്കുള്ള ഭക്ഷണങ്ങൾ, അവർക്ക് മരുന്നുകൾ, ഇത് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലും കാര്യങ്ങളും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല. RRT-ക്കാരെ നിയമിച്ചു എന്നുള്ളതല്ലാതെ ഭക്ഷണം എത്തിക്കുന്ന കാര്യത്തിൽ പോലും അവർക്കതിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കാവൽ നിൽക്കുന്ന പോലീസുകാർക്കുള്ള ഭക്ഷണം മാത്രമാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് എത്തിച്ചു കൊടുക്കുന്നത്. ഒരു ദിവസം വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറ്റാതിരുന്നു കഴിഞ്ഞാൽ പട്ടിണിയാവുന്ന കുടുംബങ്ങളാണ് നമ്മുടെ പ്രദേശത്ത് 4-ാം വാർഡ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെല്ലാം ഉള്ളത്. അപ്പോൾ അവരുടെ ദുരിതം അകറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏകോപനം സന്നദ്ധ സംഘടനകൾ, യുവജന സംഘടനകൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇവരെല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുള്ള ഒരു യോഗം വിളിച്ച് അവരെ അതിനു വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളും മറ്റും എടുത്തു പോകാൻ പഞ്ചായത്ത് ഇതുവരെ തയ്യാറായിട്ടുള്ളതെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അവരുടെ ദുരിതം മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കിടപ്പ് രോഗികളടക്കമുള്ള ആളുകളുടെ അവരുടെ പരിഭ്രമം മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തണം പഞ്ചായത്ത് എന്നാണ് ആവശ്യപ്പെടാനുള്ളത്. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 4 ഗ്രാമപഞ്ചായത്തുകളിൽ സെക്രട്ടറിമാരില്ല. ഉണ്ടായിരുന്ന സെക്രട്ടറിമാർ സ്ഥലം മാറിപ്പോയതിനു ശേഷം പകരം ആളുകളെ മനഃപൂർവ്വം നിയമിക്കാത്തതാണെന്ന് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം. UDF ഭരിക്കുന്ന പഞ്ചായത്തുകളായതിനാൽ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഭരണം പിടിക്കുക എന്ന ഗൂഢലക്ഷ്യമാണ് ഇതിന് പിന്നിലെന്നും KPM സലീം പറഞ്ഞു. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ അലനല്ലൂർ, തച്ചനാട്ടുകര, കുമരമ്പത്തൂർ, തെങ്കര ഗ്രാമപഞ്ചായത്തുകളിലെ സെക്രട്ടറിമാർ സ്ഥലം മാറിപ്പോയതിനു ശേഷം പകരം നിയമനമായിട്ടില്ല. 1 മാസത്തോളമായിട്ടും ആളെ നിയമിക്കുവാൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല. UDF ഭരിക്കുന്ന പഞ്ചായത്തുകളായതിനാൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഭരണം പിടിച്ചെടുക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടെ മന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്ന വ്യക്തിയാണ് നിയമനം വൈകിക്കുന്നതെന്ന് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം ആരോപിച്ചു. സംസ്ഥാനത്തൊട്ടാകെ ഏകദേശം 187ഓളം വരുന്ന ഗ്രാമപഞ്ചായത്തുകൾ, UDF ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്തുകളിൽ സെക്രട്ടറിമാരില്ല എന്നത് അതിഗുരുതരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ്. കാരണം അത് മനഃപൂർവ്വം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബഹുമാനപ്പെട്ട മന്ത്രി ഇതിൽ പോസിറ്റീവായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നു എങ്കിൽ കൂടി മന്ത്രിയുടെ ഓഫീസിനെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ UDF-ന്റെ തദ്ദേശ സ്ഥാപനങ്ങളെ തകർക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവിടങ്ങളിൽ ഭരണം പിടിച്ചെടുക്കുക എന്നുള്ള ഗൂഢലക്ഷ്യത്തോടു കൂടി സെക്രട്ടറിമാരെ നിയമിക്കാത്ത ഒരു സാഹചര്യത്തിലുള്ളത്. കാരണം ഈ പഞ്ചായത്തുകളിലൊക്കെ സെക്രട്ടറിമാർ നിലവിലുണ്ടായിരുന്നു. അവർക്ക് ട്രാൻസ്ഫർ സ്വാഭാവികമായിട്ടും അവരുടെ അവകാശമാണ്. അത് നടത്തുമ്പോൾ
ആ സെക്രട്ടറിമാർ ഉണ്ടായിരുന്ന പഞ്ചായത്തുകളിലേക്ക് സെക്രട്ടറിമാരെ പകരം നിയമിക്കുക എന്നുള്ളത് ഒരു സാമൂഹ്യമായി അവരുടെ കൃത്യമായിട്ടുള്ളൊരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം അവർ മനഃപൂർവ്വം മറന്നുപോകുക അല്ലെങ്കിൽ കൃത്യമായിട്ട് അവിടെ നീതി നിഷേധിക്കപ്പെടുന്നു എന്നുള്ളത് ഗുരുതരമായ പ്രശ്നമാണ്. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന് പരിധിയിൽ തന്നെ നിലവിൽ അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത്, തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത്, കൊമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത്, അതുപോലെ തന്നെ തെങ്കര ഗ്രാമപഞ്ചായത്ത്, ഈ 4 ഗ്രാമപഞ്ചായത്തുകൾ UDF ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്തുകളാണ്. ഈ 4 ഗ്രാമപഞ്ചായത്തുകളിലും നിലവിൽ സെക്രട്ടറിമാരുടെ പോസ്റ്റ് വാക്കൻ്റായി കിടക്കുകയാണ്. പാലക്കാട് ജില്ലയിൽ മറ്റ് ഗ്രാമപഞ്ചായത്തുകളുടെയും UDF ഭരിക്കുന്ന പല പഞ്ചായത്തുകളുടെയും സ്ഥിതി ഇതുതന്നെയാണ്. ബില്ലുകൾ പാസ്സാക്കുന്നതും കെട്ടിടങ്ങൾക്ക് പെർമിറ്റ് നൽകുന്നതും മുതൽ തെരുവുനായ വിഷയങ്ങളിൽ വരെ പണം അനുവദിക്കുന്നതിന് തദ്ദേശ സ്ഥാപന നടത്തിപ്പിലെ നിർണായക ചുമതലകൾ വഹിക്കുന്നവരാണ് സെക്രട്ടറിയും അസിസ്റ്റന്റ് എഞ്ചിനീയറും. ഈ പദവികൾ ഒഴിഞ്ഞുകിടന്നാൽ നിർമ്മാണ, വികസന, ജനക്ഷേമ പദ്ധതികൾ മുടങ്ങും. ഈ വർഷാവസാനമുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിന് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിന് മേൽനോട്ടം വഹിക്കേണ്ടതും സെക്രട്ടറിമാരാണ്. നിയമനം വൈകുന്നത് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെയും ബാധിക്കും. ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിൽ ഇനിയൊരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള കർശന നടപടികൾ നഗരസഭ ഉറപ്പാക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. മാസത്തിലൊരിക്കൽ നഗരസഭാ അധികൃതരും പോലീസും ബസ് സ്റ്റാൻഡ് സന്ദർശിച്ച് നഗരസഭ നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിട്ടു. കഴിഞ്ഞ വർഷം മാർച്ച് 30 ബസ് സ്റ്റാൻഡിൽ അമിതവേഗതയിലെത്തിയ സ്വകാര്യ ബസ്സിടിച്ച് അതിഥി തൊഴിലാളി മരിച്ച അപകടത്തിന് പിന്നാലെ സമർപ്പിക്കപ്പെട്ട പരാതിയിലാണ് കമ്മീഷൻ ഉത്തരവ്. മെയ് 29 കമ്മീഷൻ പാലക്കാട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ നടത്തിയ സിറ്റിംഗിൽ നഗരസഭാ അസിസ്റ്റന്റ് സെക്രട്ടറി ഹാജരായി. നഗരസഭാ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നെന്നും ബസ്സുകളുടെ അമിതവേഗം തടയാൻ നടപടി സ്വീകരിച്ചെന്നും ബോധിപ്പിച്ചു. റബ്ബർ ഹമ്പുകളും ദിശ ബോർഡുകളും സ്ഥാപിച്ചതായും ബസ്സുകളുടെ പാർക്കിംഗ് കടമുറികളുടെ വരാന്തയ്ക്ക് അഭിമുഖമായി പുനഃക്രമീകരിച്ചെന്നും യാത്രക്കാർ യാർഡിൽ നേരിട്ട് പ്രവേശിക്കാതിരിക്കാൻ ഡിവൈഡറുകൾ സ്ഥാപിച്ചെന്നുമായിരുന്നു വിശദീകരണം. ഒറ്റപ്പാലം നഗരസഭാ കൗൺസിലർ സി സജിത്ത് സമർപ്പിച്ച പരാതിയിലാണ് ഉത്തരവ്. ചെർപ്പശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് നവീകരണത്തിൻ്റെ ഭാഗമായി നിലവിലെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വ്യാപാരികളോട് ഒഴിയാൻ നോട്ടീസ് നൽകി നഗരസഭ. ശോചനീയാവസ്ഥയിലുള്ള കെട്ടിടം പൊളിച്ചു നീക്കാനുള്ള നടപടികളും പൂർത്തിയായി വരികയാണ്. 7 കോടി രൂപ ചെലവിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയാണ് പഴയ ബസ് സ്റ്റാൻഡ് നവീകരിക്കാൻ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. പി രാമകൃഷ്ണൻ നായർ ചെർപ്പശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാലത്ത് 1989 ചെർപ്പശ്ശേരി ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ശിലാസ്ഥാപനം നിർവഹിക്കുന്നത്. തുടർന്ന് 1995 പദ്ധതിയുടെ ഭാഗമായുള്ള പ്രവൃത്തികൾ പൂർത്തിയാക്കി ഉദ്ഘാടനവും നടന്നു. 3 നിലകളിലായുള്ള കെട്ടിടത്തിൻ്റെ താഴെ ഭാഗം വ്യാപാര സ്ഥാപനങ്ങൾ, മുകളിലെ നിലകളിൽ ട്രഷറി, കൃഷിഭവൻ, സഹകരണ ബാങ്ക്, ഹോട്ടൽ, പിന്നീട് ഗ്രാമപഞ്ചായത്ത് കാര്യാലയം എന്നിവ പ്രവർത്തിച്ചിരുന്നു. 40 വർഷങ്ങൾക്കിപ്പുറം കെട്ടിടത്തിൻ്റെ നിലവിലെ അവസ്ഥ വളരെ പരിതാപകരമായി തുടരുകയാണ്. കോൺക്രീറ്റുകൾ അടർന്നു വീണും കാട് കയറിയും ഏതു നിമിഷവും നിലം പതിക്കാവുന്ന സ്ഥിതിയിലായ കെട്ടിടത്തിന് സുരക്ഷയില്ല എന്ന് കണക്കിലെടുത്ത് 2 നിലകൾ അടച്ചിട്ടിരിക്കുകയാണ് ഇപ്പോൾ. ഈ പശ്ചാത്തലത്തിലാണ് ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വ്യാപാരികളോട് ഒഴിഞ്ഞുപോകാൻ നഗരസഭ നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്നാൽ വിഷയത്തിൽ വ്യാപാരികളും ചില ആവശ്യങ്ങൾ നഗരസഭയോട് ഉന്നയിച്ചിട്ടുണ്ട്. 30 വർഷത്തിലധികമായി ഇവിടെ തുടരുന്നതിനാൽ പുതുതായി പണിയുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിൽ തങ്ങൾക്ക് മുൻഗണന നൽകണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട വ്യാപാരികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യോഗവും നഗരസഭ വിളിച്ചു ചേർക്കുന്നുണ്ട്. പഴയ ബസ് സ്റ്റാൻഡിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് 2025-2026 വാർഷിക പദ്ധതിയിൽ 7 കോടി രൂപയാണ് നഗരസഭ നീക്കിവച്ചിട്ടുള്ളത്. 40 സെന്റ് സ്ഥലത്ത് നിൽക്കുന്ന ബസ് സ്റ്റാൻഡിൽ ആധുനിക സൗകര്യങ്ങൾ ഒരുക്കിയായിരിക്കും പുതിയ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ നിർമ്മാണം. ഹെഡ്കോ പോലുള്ള വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പയെടുത്തായിരിക്കും പദ്ധതി നടപ്പിലാക്കുക. പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രത്യേക ഫണ്ടും ഇതിനായി ഉപയോഗപ്പെടുത്തും. ഇതിൻ്റെ DPR ഉൾപ്പെടെ തയ്യാറായി കഴിഞ്ഞു. വായ്പയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പൂർത്തീകരിച്ചു വരുന്നത്. 3 നിലകളിലായി പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്ന കെട്ടിടത്തിൽ ആധുനിക നിലവാരത്തിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ്, വിശ്രമമുറി, ടോയ്ലറ്റ് സംവിധാനം, കമ്മ്യൂണിറ്റി ഹാൾ, ലിഫ്റ്റ് സൗകര്യം എന്നിവയാണ് ലക്ഷ്യമിടുന്നത്. മേൽക്കൂര മേഞ്ഞ ബസ് സ്റ്റാൻഡ് യാർഡും ക്ലോക്ക് ടവറും ഉൾപ്പെടുന്നതാണ് നഗരസഭ തയ്യാറാക്കിയ DPR. കിണറ്റിൽ വീണ യുവതിക്ക് രക്ഷയായി പോലീസിൻ്റെ കരങ്ങൾ. ചെർപ്പശ്ശേരി പോലീസാണ് സമയോചിതമായ ഇടപെടലിലൂടെ 24-കാരിയായ അനുപ്രിയയ്ക്ക് പുതുജീവനേകിയത്. SI ഷബീബ് റഹ്മാൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അതിസാഹസികമായ രക്ഷാപ്രവർത്തനത്തിലൂടെ ഒരു ജീവൻ രക്ഷിച്ചത്. ബുധനാഴ്ച വൈകിട്ടോടെയാണ് ചെർപ്പശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് അടയ്ക്കപ്പത്തൂരിൽ നിന്നും ഒരു ഫോൺ കോൾ വരുന്നത്. അടയ്ക്കപ്പത്തൂർ പൊതിഭാഗത്ത് കിണറിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയെന്നായിരുന്നു അറിയിപ്പ്. കേട്ടപാടെ SI ഷബീബ് റഹ്മാൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അടയ്ക്കപ്പത്തൂരിലേക്ക് കുതിച്ചു. സംഭവ സ്ഥലത്ത് ചെന്നപ്പോഴാകട്ടെ യുവതിയുടെ കൈ അനങ്ങുന്നതായി ASI ശ്യാംകുമാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഉടനെ കയ്യിൽ കിട്ടിയ കയർ അരയിൽ കെട്ടി ASI ശ്യാംകുമാർ കിണറ്റിലേക്ക് എടുത്തു ചാടി. പഴയ കിണറായതിനാൽ തന്നെ പടവുകളോ ആൾമറയോ ഇല്ലായിരുന്നു.
കയറിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് തന്നെ അനുപ്രിയയെ വെള്ളത്തിൽ താഴ്ന്നു പോകാതെ താങ്ങി നിർത്താൻ ശ്യാംകുമാറിനായി. കൂടെ സിവിൽ പോലീസ് ഓഫീസറായ രതീഷും കിണറിലേക്ക് ഇറങ്ങി. ഇരുവരും ചേർന്ന കിണറിനകത്ത് വെച്ച് തന്നെ പ്രാഥമിക ശുശ്രൂഷകൾ നൽകി അനുപ്രിയയുടെ ജീവൻ നിലനിർത്തി. തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ SI ഷബീബ് റഹ്മാന്റെയും ASI സുഭദ്രയുടെയും നേതൃത്വത്തിൽ യുവതിയെ സ്ട്രക്ചറിൽ കിടത്തി മുകളിലേക്ക് കയറ്റി. അപ്പോഴേക്കും ഫയർ ആൻഡ് റെസ്ക്യൂ സംഘവും സ്ഥലത്തെത്തി. അവിടെ വെച്ച് തന്നെ പ്രാഥമിക ശുശ്രൂഷകൾ നൽകി മാങ്ങോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. പോലീസിന്റെ കൃത്യമായ ഇടപെടലിലൂടെ യുവതിയുടെ ജീവൻ തിരിച്ചു കിട്ടിയതിൽ സമൂഹത്തിന്റെ പല കോണിൽ നിന്നും അഭിനന്ദന പ്രവാഹമാണ് ഇപ്പോൾ ചെർപ്പശ്ശേരി പോലീസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ എത്തിയ സമയത്ത് നമ്മൾ ആൾക്കാർ കൂടി ഇരിക്കുന്നുണ്ട്, കിണറ്റിനകത്ത് ബോഡി ഉണ്ട്, ഡെഡ് ബോഡി ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പോയി നോക്കിയപ്പോൾ ഈ കയ്യാനങ്ങളായിട്ടുള്ളൂ. കയ്യാനങ്ങൾ ശ്യാം സാറ് പറഞ്ഞു ഞാൻ ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ ഒരു കയറെടുത്ത് കെട്ടി ആദ്യം ഇറങ്ങി. ആള് ഒരു മരത്തിലൊരു കയറ് കെട്ടിയിട്ട് ആ കയറ് പിടിച്ചിറങ്ങി. അതിന് ആൾമറയില്ല, പിന്നെ സ്റ്റെപ്പുകളൊന്നും ഇല്ലാത്ത കാണാം, പഴയ കാണാം. അതിൽ ഇറങ്ങിയതും ഈ സ്ത്രീ കൈയെടുത്തു. എടുത്തപ്പോൾ ആള് ജീവനുണ്ടെന്ന് മനസ്സിലായി. ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഉണ്ടായിരുന്ന രതീഷ് എടുത്ത് ചാടി ഇറങ്ങിയെന്ന് പറയാൻ പറ്റില്ല. ചാടി രണ്ടുപേരും കൂടെ കയ്യിലെടുത്തു. പിന്നെ കിണറ്റിനകത്ത് വെച്ചിട്ട് തന്നെ റെസ്ക്യൂ ചെയ്യാൻ നോക്കി. അതായത് ഒരു കൊടുക്കാൻ ശ്രമിച്ചു. അത് സക്സസ് ആയില്ല. കാരണം അത് വെള്ളത്തിലായതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിന് ശേഷം നമ്മൾ ഫയറിനെ വിളിച്ചു. ഫയർ എത്തേണ്ട താമസം കൊണ്ടൊരു ആംബുലൻസ് വന്നു. മാമൂലൊരു ആംബുലൻസ് വന്നു. ആംബുലൻസ് കയറ്റാൻ പറ്റുന്നില്ല. നമ്മൾ കയറ് കെട്ടിയെടുക്കാന്നായിരുന്നു ആദ്യം വിചാരിച്ചത്. അത് അവിടെ ആംബുലൻസ് ഉണ്ടായിരുന്ന സ്ട്രക്ചർ കെട്ടി 4 ഭാഗത്ത് സാരി കെട്ടി ഇറക്കി അതിൽ കിടത്തി 4 ഭാഗത്ത് ഒക്കെ എടുത്തപ്പോൾ മനസ്സിലായി ജീവനുണ്ട് മനസ്സിലായി. അപ്പോൾ പിന്നെ അപ്പോൾ തന്നെ ഉടനെ തന്നെ നമ്മൾ ആശുപത്രിയിലെത്തി. മാങ്ങോട് തന്നെയാണ് നമ്മുടെ ഇനീഷ്യലിയുള്ള ട്രീറ്റ്മെന്റ്. ചെർപ്പശ്ശേരി സ്റ്റേഷനിൽ ജോയിൻ ചെയ്ത് ആദ്യ ദിവസം തന്നെ ഒരു ജീവൻ രക്ഷിക്കാനായതിന്റെ സന്തോഷത്തിലാണ് ASI ശ്യാംകുമാർ. അപകടനില തരണം ചെയ്ത അനുപ്രിയ മാങ്ങോട് കേരള മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഇടവേള. വാർത്തകൾ തുടരുന്നു. മഴ വീണ്ടും ശക്തിയാർജിച്ചതോടെ പട്ടാമ്പി ടൗണിൽ കുഴികളിൽ അകപ്പെട്ടുള്ള അപകടങ്ങളും ഗതാഗതക്കുരുക്കും തുടരുകയാണ്. ദിവസവും ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് ടൗണിൽ നടക്കുന്നത്. റോഡ് തകർച്ച പട്ടാമ്പി ടൗണിലൂടെയുള്ള യാത്ര ദുരിതപൂർണമാക്കുന്നു. പാതയിലെ കുഴികളുടെ എണ്ണവും വലുപ്പവും ഓരോ ദിവസവും വർദ്ധിക്കുകയാണ്. വലിയ കുഴികളിൽ മഴ പെയ്ത് വെള്ളം കെട്ടി നിൽക്കുന്നതും അപകടങ്ങൾക്ക് ഇടവരുത്തുന്നു. ദിവസവും ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് ടൗണിൽ സംഭവിക്കുന്നത്. ബസ് സ്റ്റാൻഡ് പരിസരം മുതൽ മേലപ്പട്ടാമ്പി കൽപ്പക വരെയും കുഴികളാണ്. വലിയ കുഴികൾ ഇടയ്ക്ക് അടയ്ക്കുന്നുണ്ടെങ്കിലും മഴ പെയ്താൽ വീണ്ടും പഴയപടിയാകും. കുഴികൾ വെട്ടിച്ചു പോകാനുള്ള ശ്രമത്തിനിടെയാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം 3 വാഹനങ്ങളാണ് മേലെപ്പട്ടാമ്പിയിൽ അപകടത്തിൽപ്പെട്ടത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആളപായമുണ്ടാകാതിരുന്നത്. ബസ്സും കാറും സ്കൂട്ടറുമായിരുന്നു അപകടത്തിൽപ്പെട്ടത്. ഇത് ടൗണിൽ ഗതാഗതക്കുരുക്കിനും ഇടവരുത്തി. കുഴികളിൽ ഇരുചക്രവാഹനങ്ങൾ അകപ്പെട്ടുള്ള അപകടങ്ങളും പതിവാണ്. ടൗണിലെ നിലവിലെ അവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന നഗരസഭാ കൗൺസിൽ യോഗത്തിലും ആവശ്യമുയർന്നിരുന്നു. വലിയ കുഴികൾ യഥാസമയം അടച്ചിട്ടെങ്കിലും ടൗണിലെ യാത്രാക്ലേശത്തിന് പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരുടെയും ആവശ്യം. പെരിന്തൽമണ്ണ നഗരസഭയുടെ ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിലെ ഉഴിച്ചിൽ ഇടിഞ്ഞു വീഴാറായ കെട്ടിടത്തിൽ ഈ കെട്ടിടം യോഗ്യമല്ലെന്ന് പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം റിപ്പോർട്ട് ചെയ്ത വർഷങ്ങളായിട്ടും ഇവിടെ ചികിത്സ നടത്തുകയാണ്. ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിക്ക് പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചെങ്കിലും നിർമ്മാണ പ്രവൃത്തികൾ നിലച്ചിരിക്കുകയാണ്. പെരിന്തൽമണ്ണ ജൂബിലി റോഡിൽ പ്രവർത്തിക്കുന്ന നഗരസഭയുടെ ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയാണിത്. മതിയായ സൗകര്യങ്ങളില്ലാതെയാണ് ഇവിടെ ചികിത്സയും മറ്റും നടത്തിപ്പോരുന്നത്. ഇടിഞ്ഞു വീഴാറായ ഓടിട്ട കെട്ടിടത്തിൽ ഉഴിച്ചിൽ ചികിത്സ നടത്തേണ്ടി വരുന്നത് രോഗികളെയും ഡോക്ടർമാരെയും ഭയപ്പെടുത്തുന്നു. കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലാണ് ഈ ഓടിട്ട കെട്ടിടം. 2017 പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം ഈ കെട്ടിടം യോഗ്യമല്ലെന്ന് കണ്ട് റിപ്പോർട്ട് ചെയ്തതാണ്. ഇത് കാര്യമാക്കാതെ 8 വർഷമായി ഈ കെട്ടിടത്തിൽ തന്നെയാണ് ഉഴിച്ചിൽ ചികിത്സ. ആയുർവേദ ആശുപത്രിക്ക് ചോലംകുന്നിൽ പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചെങ്കിലും ഇപ്പോൾ നിർമ്മാണ പ്രവൃത്തികൾ നിലച്ചിരിക്കുകയാണ്. അപകടം ഒഴിവാക്കാൻ പഴയ കെട്ടിടം അടിയന്തരമായി പൊളിച്ചു നീക്കണമെന്നും പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും നഗരസഭാ കൗൺസിലർ പത്തത്ത് ജാഫർ പറഞ്ഞു. പെരിന്തൽമണ്ണ ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിലെ കെട്ടിടം പൊളിച്ചു നീക്കാൻ വേണ്ടി 2017 PWD റിപ്പോർട്ട് ചെയ്ത കെട്ടിടമാണിത്. ഇതിൽ ഇപ്പോഴും ഒഴിച്ചിലടക്കമുള്ള സംവിധാനങ്ങൾ ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്.
അടിയന്തരമായി ഈ കെട്ടിടം പൊളിച്ചു നീക്കിയിട്ടില്ലെങ്കിൽ വളരെ അപകട ഭീഷണിയിലാണ് ഈ കെട്ടിടം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പുതിയ ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ നിർമ്മാണം പാതി വഴിയിലാണ്. എത്രയും പെട്ടെന്ന് ഇത് പുനഃസ്ഥാപിച്ചുകൊണ്ട് ആയുർവേദ ആശുപത്രി അങ്ങോട്ട് മാറ്റാനുള്ള സംവിധാനം ഒരുക്കണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. ഭിന്നശേഷിക്കാരനായ 8ാം ക്ലാസ്സുകാരനോട് ബസ്സിൽ വെച്ച് മോശമായി പെരുമാറിയ കണ്ടക്ടർക്കെതിരെ നടപടി സ്വീകരിക്കും. ബസ്സിൻ്റെ പെർമിറ്റ് റദ്ദാക്കാൻ പെരിന്തൽമണ്ണ ജോയിന്റ് RTO പാലക്കാട് RTOയ്ക്ക് കത്ത് നൽകി. പെരിന്തൽമണ്ണ പൊന്നിയാകുറിശി സ്വദേശി കിഴിശ്ശേരി സൈനുദ്ദീൻ നൽകിയ പരാതിയിലാണ് നടപടി. പെരിന്തൽമണ്ണ ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 75% ശാരീരിക വൈകല്യമുള്ള കുട്ടി ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരുടെ ഇടയിൽ വെച്ച് ഭിന്നശേഷിയെ അപമാനിക്കും വിധം സംസാരിച്ചിരുന്നുവെന്നും ഇത് കുട്ടിയെ മാനസികമായി പ്രയാസപ്പെടുത്തിയെന്നുമാണ് പരാതി. ജൂൺ 26-ന് വൈകുന്നേരം സ്കൂൾ വിട്ട് മടങ്ങുമ്പോഴാണ് സംഭവം. പെരിന്തൽമണ്ണ മണ്ണാർക്കാട് റൂട്ടിലോടുന്ന PTV ബസ്സിലെ മണ്ണാർക്കാട് നാട്ടുകൽ സ്വദേശിയായ കണ്ടക്ടർ വീരാനാണ് കുട്ടിയോട് മോശമായി പെരുമാറിയതെന്ന് സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് ബഷീർ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഇയാൾ സംഭവ ദിവസം കാലാവധി കഴിഞ്ഞ കണ്ടക്ടർ പാസ് ഉപയോഗിച്ചാണ് ജോലി ചെയ്തതെന്നും കണ്ടക്ടർ പാസ് കാലാവധി 2021 ഫെബ്രുവരിയിൽ തീർന്നതാണെന്നും കണ്ടെത്തി. കാലാവധിയില്ലാത്ത പാസുകൊണ്ട് കണ്ടക്ടർ ജോലി ചെയ്യിച്ചതിന് ബസ്സിൻ്റെ RC ഉടമയും നിയമലംഘനം നടത്തിയതായും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പെരിന്തൽമണ്ണ ജോയിന്റ് RTO ഓഫീസ് മുമ്പാകെ ഹാജരാകാൻ കണ്ടക്ടറോടും RC ഉടമയോടും ആവശ്യപ്പെട്ടെങ്കിലും ഇവർ ഹാജരായില്ല. തുടർന്ന് പാലക്കാട് ജില്ലയിലെ RTOയോട് ശിക്ഷാ നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ട് പെരിന്തൽമണ്ണ ജോയിന്റ് RTO കത്ത് നൽകി. അതിൽ സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ ആ കുട്ടി ബസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ കണ്ടക്ടർ ഈ കുട്ടി ഗവൺമെൻറ് തന്ന പാസ് കാണിച്ചു കൊടുത്തു. അയാളത് വലിച്ചെറിഞ്ഞു. അതേപോലെ കുട്ടിയുടെ പോക്കറ്റിൽ കൈയിട്ടിട്ട് പൈസ എടുക്കാൻ പോയി. അതേപോലെ മറ്റു കുട്ടികളുടെ ഇടയിൽ വെച്ചിട്ട് ഈ കുട്ടീനെ പ്രാന്തൻ എന്ന രീതിയിൽ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഇയാളെ ചീത്ത പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ആ കുട്ടി വളരെ മാനസികമായിട്ടുള്ളൊരു വിഷമം അനുഭവിക്കുകയും സ്കൂളിൽ പോകാൻ കൂട്ടാക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് സ്കൂളിലെ അധ്യാപകരും മറ്റ് വണ്ടിയിൽ യാത്ര ചെയ്ത ആൾക്കാർ ഇവിടെ വന്നിട്ട് നമ്മൾ മൊഴി തന്നു. ഇത് അന്വേഷിക്കാനായിട്ടൊരു ഉദ്യോഗസ്ഥനെ ഏർപ്പാടാക്കി അന്വേഷണം നടത്തിയതിൽ ആ ബസ്സിൽ ക്യാമറ സ്ഥാപിച്ചിട്ടില്ല എന്നും ഈ പറഞ്ഞ പരാതിയെല്ലാം സത്യസന്ധമാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കണ്ടക്ടർക്ക് ആ ബസ്സിലെ ഉടമ അന്നത്തെ ദിവസത്തെ കണ്ടക്ടർക്ക് ലൈസൻസ് കാലഹരണപ്പെട്ട ലൈസൻസ് ആയിരുന്നു. നമ്മൾ ചെക്ക് ചെയ്യാൻ പോയ ദിവസത്തെ കണ്ടക്ടർ ലൈസൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ബസ്സിലെ ഓണർ സ്ഥിരമായിട്ട് യോഗ്യതയില്ലാത്ത ആളുകളെ കണ്ടക്ടറായിട്ട് ചുമതല വഹിപ്പിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ മോശം പെരുമാറ്റം പാസഞ്ചേഴ്സിന് ഉണ്ടാകുന്നതിൻ്റെ നിഗമനത്തിൽ ആ ഡ്രൈവറുടെ അന്നത്തെ ലൈസൻസ് റദ്ദ് ചെയ്യാനും ഈ ബസ്സിൻ്റെ പെർമിറ്റിൻ്റെ മുകളിൽ ശക്തമായിട്ട് നടപടി എടുക്കാനായിട്ട് ഇതിൻ്റെ പെർമിറ്റ് പാലക്കാട് RTOൻ്റെ കീഴിൽ വരുന്നതായിട്ട് പാലക്കാട് RTOന് ഇതിൻ്റെ പെർമിറ്റ് സസ്പെൻഡ് ചെയ്ത് നടക്കുള്ള ശക്തമായിട്ട് നടപടി എടുക്കണമെന്നും തിരിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് ലെറ്റർ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. വളരെ മോശമായിട്ടുള്ളൊരു പെരുമാറ്റമാണ് കണ്ടക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ശക്തമായിട്ടുള്ള നടപടി ഈ കണ്ടക്ടർക്കെതിരെ നമ്മൾ ഉണ്ടാവും. കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാൻ വെട്ടിപ്പൊളിച്ച റോഡ് കിടങ്ങായി. കൊപ്പം പേങ്ങാട്രി പാതയിൽ വണ്ടുംതറയിലാണ് റോഡിന് കുറുകെ വലിയ ചാൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഇതറിയാതെ റോഡിലൂടെ വന്നാൽ അപകടം ഉറപ്പ്. വണ്ടുംതറ ജുമാ മസ്ജിദിന് എതിർവശത്തായാണ് റോഡിന് കുറുകെ വലിയ ചാൽ രൂപപ്പെട്ടിരിക്കുന്നത്. കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാൻ റോഡ് കുറുകെ കീറിയതാണ് മുമ്പ് ഇവിടെ. പിന്നീട് കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കിയെങ്കിലും ഇത് അധികകാലം നിലനിന്നില്ല. ഇടയ്ക്കിടെ ഇവിടെ പൊളിയും. ഇപ്പോൾ കിടങ്ങ് പോലെയാണ് റോഡ് പൊളിഞ്ഞിരിക്കുന്നത്. വാഹനങ്ങൾ ഇതിൽ അകപ്പെടുന്നതും പതിവാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം ഉറപ്പ്. പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പിന് പരാതി നൽകിയതായും ശാശ്വതമായ പരിഹാരമുണ്ടായില്ലെങ്കിൽ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും കുരുക്കല്ലൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് N ഗോപകുമാർ പറഞ്ഞു. 3-4 വർഷങ്ങൾക്ക് മുമ്പ് കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ ക്രോസായി ഇട്ടതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. പലതവണ നമ്മൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഷൊർണൂർ PWD അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് ഉൾപ്പെടെ പലതവണ പരാതി പറഞ്ഞു. പരാതി പറയുമ്പോൾ അവർ ഉദ്യോഗസ്ഥർ അവരുടെ കഴിവിൻ്റെ പരമാവധി അപ്പോഴേ ഒരു താൽക്കാലിക പ്രശ്നപരിഹാരം മണ്ണിടലും കാര്യങ്ങളായിട്ട് ചെയ്തു തരുന്നുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ ആവശ്യം അതല്ല. ഇതിന് ഇവിടെ ശാശ്വതമായി പരിഹാരം വേണമെന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. പറയാൻ കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരു ഇറക്കമാണ്, ഒരു സൈഡ് കയറ്റമാണ്, അതേപോലെ ഇടതുവശം വലിയ അഗാധമായ ഗർത്തമാണ്, താഴ്ചയുള്ള പ്രദേശമാണ്. നിരന്തരം ഈ പ്രത്യേകിച്ച് ഇരുചക്ര വാഹനക്കാർ വരുന്നു, പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്നു, ലെഫ്റ്റ് സൈഡിലേക്ക് പാടത്തേക്ക് മറിയുന്നു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ബൈക്ക് യാത്രക്കാർ, നാളെ ഒരു ഗർഭിണിയായ സ്ത്രീ ഇവിടെ വന്ന് വീഴ്ച സംഭവിക്കേണ്ടായി. അപ്പൊ അത്തരം പ്രശ്നങ്ങൾ ഇവിടെ നിരന്തരം. ലോഡ് വണ്ടികൾ പോകുമ്പോൾ ഇവിടെ നാട്ടുകാർക്ക് ഈ കുഴിയിൽ ചാടുന്ന രാത്രിക്ക് ലോഡുമായി വണ്ടികൾ പോകുമ്പോൾ അതിന്റെ സൗണ്ട് കേട്ട് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്ന സംഭവം അയൽ പ്രദേശത്തെ വീടുകളിൽ ഉൾപ്പെടെ ഉള്ളതുണ്ട്. അപ്പൊ ആ വണ്ടി അവിടെ കുടുങ്ങി കിടക്കുകയാണ്.
ആ വണ്ടി കുടുങ്ങി കിടക്കുകയാണ്. ഇതാണ് ഇപ്പൊ അവസ്ഥ. വണ്ടികൾ കുടുങ്ങുന്നു, യാത്രക്കാർ പിരിഞ്ഞന. അത് മാത്രമല്ല, ഇപ്പൊ ഈ വാടാനംകുറിശി റോഡ്, പട്ടാമ്പി പാലക്കാട് റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് നിരവധി വാഹനങ്ങൾ ഇതിലാണ് വരുന്നത്. കരിമ്പുഴ 10-ാം വാർഡ് 5 വരമ്പ് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് BJPയുടെ ആരോപണങ്ങൾക്ക് മറുപടിയായി CPM-ഉം വാർഡ് മെമ്പറും രംഗത്ത്. ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതവും അടിസ്ഥാനരഹിതവുമാണെന്ന് CPM നേതാക്കൾ പറഞ്ഞു. ഈ റോഡുമായി ബന്ധപ്പെട്ട വാർത്ത കഴിഞ്ഞ ദിവസം മലബാർ സിറ്റി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. മുമ്പെങ്ങും നടക്കാതിരുന്ന വലിയ രീതിയിലുള്ള വികസനമാണ് കഴിഞ്ഞ 4.5 വർഷക്കാലം കൊണ്ട് വാർഡിൽ നടപ്പിലായതെന്ന് CPM നേതാക്കളും വാർഡ് മെമ്പറും പറഞ്ഞു. ദീർഘകാലമായി കോൺഗ്രസ് ഭരിച്ചിരുന്ന വാർഡ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് CPM പിടിച്ചെടുത്തത്. 4.5 വർഷക്കാലം കൊണ്ട് 1,60 ലക്ഷം രൂപയുടെ നടപ്പിലായതും നടപ്പിലാക്കാൻ ഉള്ളതുമായ വികസന പ്രവർത്തനങ്ങൾ വാർഡിലേക്ക് ചെയ്തിട്ടുണ്ടെന്ന് മെമ്പർ രുക്മണി പറഞ്ഞു. ഒരു വരമ്പ് മാത്രമായിരുന്ന 5 വരമ്പ് റോഡ് സ്വന്തം സ്ഥലത്തു നിന്നും 7 സെന്റ് നൽകിയാണ് ഈ നിലയിൽ ആക്കിയത്. തുടർന്നും പ്രദേശവാസികൾക്ക് യാത്രാ സൗകര്യത്തിന് കരുവരക്കാട് കുരിശുംപള്ളി റോഡ് പ്രവൃത്തികൾ നടപ്പിലാക്കാൻ പോവുകയാണ്. പ്രദേശവാസികളോട് താൻ സംസാരിച്ചിരുന്നതായും അവർക്കൊന്നും റോഡ് വിഷയത്തിൽ BJP ഉന്നയിച്ച ആരോപണങ്ങൾ ഇല്ലെന്നും മെമ്പർ പറഞ്ഞു. കഴിഞ്ഞ 4.5 വർഷം കൊണ്ട് 10-ാം വാർഡിനുണ്ടായ വികസനം എന്ന് പറയുന്നത്, ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് തന്നെ 34 വർഷമായി. ആ കണ്ട കാഴ്ചയിൽ ഏറ്റവും നല്ല വികസനമാണ് LDFൻ്റെ ഭരണസമിതി വന്നതിന് ശേഷം ഈ 10-ാം വാർഡിൽ ഉണ്ടായിട്ടുള്ളത്. എല്ലാവിധ റോഡുകളും 10-ാം വാർഡിലുള്ള ഒരു റോഡ് എന്നുള്ള ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഒരു റോഡ് എന്നുള്ള ഒരു വികസനം എനിക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എല്ലാ റോഡുകളും എല്ലാ അതിൻ്റേതായ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തേക്കുള്ള റോഡുകളും വരുന്ന എല്ലാ ഫണ്ടുകളും, പഞ്ചായത്തിൻ്റെ ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൻ്റെ 1,60 ലക്ഷം രൂപയുടെ വികസനം ഈ 4.5 വർഷം കൊണ്ട് പൂർത്തിയായതും പൂർത്തിയാവാനുള്ളതുമായ വർക്കുകൾ വെച്ചിട്ടുണ്ട്. അത് ഈ 10-ാം വാർഡിലേക്ക് മാത്രം വന്ന വികസനമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വിവാദത്തിൽ നിൽക്കുന്ന ഈ 5 വരമ്പിൻ്റെ പ്രദേശവാസികൾക്കുള്ള ആ ഭാഗത്തേക്കുള്ള റോഡ് കഴിഞ്ഞ ഈ 4.5 വർഷം കൊണ്ട് 22 ലക്ഷം, കരുവാരക്കാട് കുരിശുപള്ളി 5 മങ്ങാട്ടമ്പലം റോഡ് റീടാറിങ് 22 ലക്ഷം രൂപ വെച്ചുകൊണ്ടാണ് ഓരോ ഘട്ടങ്ങളായിട്ട് അത് ചെയ്തു വന്നത്. അതിനോടനുബന്ധമായി തന്നെ വീണ്ടും നമ്മൾ അവരോട് ആ റോഡ് തന്നെ അവർക്ക് ഗതാഗത യോഗ്യമാക്കുന്നതിന് വേണ്ടി വീണ്ടും ഒരു 15 ലക്ഷം രൂപ പഞ്ചായത്തിൽ വെക്കണമെന്നും അത് അവർക്ക് ഗതാഗത യോഗ്യമാക്കി കൊടുക്കണമെന്നും നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇപ്പോൾ വന്ന ഈ വിവാദം എന്ന് പറഞ്ഞാൽ തികച്ചും ഒരു രാഷ്ട്രീയമായ ആക്ഷേപം എന്നാണ് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ അത് ജനങ്ങളുടെ ഒരു ആവശ്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസുമായി ചേർന്നുകൊണ്ടുള്ള BJPയുടെ രാഷ്ട്രീയ നാടകം മാത്രമാണ് ആരോപണങ്ങളെന്ന് CPM നേതാക്കളും പറഞ്ഞു. മുമ്പ് പഞ്ചായത്തിലേക്ക് ജനങ്ങൾ നൽകിയ അപേക്ഷകളിൽ പലതും ചായക്കടയിലെ ബെഞ്ചിനടിയിൽ നിന്നും കണ്ടുകിട്ടിയിട്ടുണ്ടെന്നും നേതാക്കൾ പരിഹസിച്ചു. പിന്നെ ഈ റോഡ് ഇതിലേക്ക് ബന്ധിപ്പിക്കണം എന്നുള്ളൊരു വാശിയാണ് അവരുടെ ഉള്ളത്. അതിൽ ഇപ്പോൾ പറഞ്ഞ ഈ ഒരുപാട് പേര് ഇവിടെ പരിശ്രമിച്ചതാണ്. ഇവരുടെ ഇപ്പോഴത്തെ ഒരു നേതാവായ രാധാകൃഷ്ണൻ, ഉണ്ണി എന്ന രാധാകൃഷ്ണൻ ഇതിന് കേസ് വരെ നടത്തിയ ആളാണ്. സ്ഥലം പഞ്ചായത്തിൻ്റെ ആണെന്ന് പറഞ്ഞ്. അപ്പോൾ മെമ്പർ ഈ ജുമാ മസ്ജിദ് റോഡിന് 7 സെൻറ്റ് സ്ഥലം മെമ്പറുടെ വീട്ടുകാർ വിട്ടുകൊടുത്ത സാഹചര്യത്തിലും ഇവിടെ ഇങ്ങനെ ഒരു വാഗ്ദാനം ഒരിക്കലും നൽകിയിട്ടില്ല. അതായത് മെമ്പർ ജയിച്ചാൽ അവിടെ എൻ്റെ സ്വന്തം സ്ഥലത്ത് കൂടെ നിങ്ങൾക്ക് റോഡ് വെട്ടിത്തരാമെന്നുള്ളത് ഒരിക്കലും പറഞ്ഞിട്ടില്ല. റോഡ് വേണം, വികസനം വേണ്ടെന്ന് നമ്മൾ പറയുന്നില്ല. വികസനം കൊണ്ടുവരണം, ആർക്കായാലും കൊണ്ടുവരാം. ഇവിടെ ഇറക്കിയ വീഡിയോ അനുസരിച്ച് അവർക്കൊക്കെ കൊണ്ടുവരാം വികസനത്തിന് നമ്മൾ എതിരല്ല. പക്ഷേ വികസനം നമ്മൾ കൊണ്ടുവരികയും രക്ഷിതാക്കൾ അവരാവും വേണ്ട, അതിൻ്റെ ഒരു ആവശ്യമില്ല. കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ ഒത്താശയോടുകൂടി BJPക്കാർ നടത്തിയ ഒരു രാഷ്ട്രീയ നാടകമാണ് ഇവിടെ ഉണ്ടായ വീഡിയോ. കാരണം 35 വർഷത്തോളമായി ഈ പ്രദേശത്ത് വികസനം എന്തെന്ന് അറിഞ്ഞിരുന്നില്ല. ഒരു 5 വർഷം മുൻപേ വന്ന ആളുകൾ ഇപ്പോൾ വന്നത് 10-ാം വാർഡാണോ പഴയ നാടാണോ എന്ന് തോന്നിക്കുന്ന തരത്തിൽ വിവിധങ്ങളായ വികസനങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. കഴിഞ്ഞ മുൻകാലങ്ങളിൽ ഭരണസമിതിയുടെ സമയത്ത് എന്താ വെച്ചാൽ ഇവിടുത്തെ വാർഡ് മെമ്പറൊക്കെ ഞങ്ങൾ ഇവിടുന്ന് കൊടുത്തിരുന്ന അപേക്ഷകൾ, പഞ്ചായത്തിൽ രസീത് വാങ്ങിയ അപേക്ഷകൾ തുമ്പക്കണ്ണി ചായക്കടയിൽ കട്ടലിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക്. അങ്ങനത്തെ ഒരു സമീപം ഉണ്ടായിരുന്നു. ഇപ്പോൾ തികച്ചും ഇവിടുത്തെ CPMന് ഇടതുപക്ഷത്തിന് ഉറച്ചു പറയാൻ കഴിയും, ഈ 4.5 വർഷക്കാലം ഒരു ആനുകൂല്യമെങ്കിലും കിട്ടാത്ത ഒരു വീടും 10-ാം വാർഡിൽ ഉണ്ടാവില്ല എന്ന് തർപ്പിച്ച് പറയാൻ ഇവിടെ ഇതിന് നേതൃത്വം നൽകുന്ന ഈ പാർട്ടിക്കും മെമ്പർക്കും തർപ്പിച്ച് പറയാൻ കഴിയും എന്നാണ് അഭിപ്രായം. കുമരമ്പത്തൂർ പഞ്ചായത്തിലെ കാരാപ്പാടം ഉന്നതി നിവാസികളുടെ ശ്മശാനത്തിന് ചുറ്റുമതിൽ നിർമ്മാണം പ്രതിസന്ധിയിൽ. മഴക്കാലത്ത് മൃതദേഹം സംസ്കരിക്കാൻ നിർവാഹമില്ലാതെ
ഉന്നതി നിവാസികൾ. ഊരിനോട് ചേർന്നുള്ള 1.5 ഏക്കറിലാണ് ശ്മശാനമുള്ളത്. വനം വകുപ്പ് നിർമ്മിച്ച ജണ്ടയ്ക്കകത്താണ് ശ്മശാനം. ചുറ്റുമതിൽ നിർമ്മിക്കാൻ വനം വകുപ്പാണ് തടസ്സമെന്ന പരാതിയാണ് നിലവിൽ. വനത്തിനുള്ളിൽ ആദിവാസികൾക്ക് ശ്മശാനം അനുവദിക്കുന്നതിന് തടസ്സമില്ലെന്ന് ഉന്നത വനം ഉദ്യോഗസ്ഥർ പറയുമ്പോഴും മണ്ണാർക്കാട്ടെ വനം ഉദ്യോഗസ്ഥർ അനുമതി നിഷേധിക്കുകയാണെന്നാണ് ആരോപണം. കാരാപ്പാടം ഉന്നതിയിൽ നമുക്ക് അവരുടെ ശ്മശാനത്തിന് ചുറ്റുമതിലില്ല. കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത് കാലാകാലങ്ങളിൽ TSP ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇത് നിർമ്മിക്കേണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കഴിഞ്ഞ 10 വർഷമായി ഈ കാര്യം ഗ്രാമസഭ പാസാക്കി കൊടുത്തിട്ടുള്ളതാണ്. ഈ കഴിഞ്ഞ ഒരു 6 വർഷക്കാലമായി കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ TSP ഫണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് നാളിതുവരെ ഒരു പദ്ധതി ഇവർക്ക് കിട്ടിയിട്ടില്ല. കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്തിൽ 3 ഉന്നതികളാണുള്ളത്. പുല്ലൂന്നി, കാരാപ്പാടം, അതുപോലെ തന്നെ 1-ാം വാർഡിൽ 3 ഉന്നതികളാണുള്ളത്. ഈ 3 ഉന്നതികളിൽപ്പെട്ട ആദിവാസികൾക്ക് നിലവിൽ പഞ്ചായത്തിൽ നിന്നും കാലാകാലങ്ങളിലായിട്ട് ഒരു 6 വർഷക്കാലമായിട്ട് ഒരു ആനുകൂല്യം കിട്ടുന്നില്ല. ഈ കാരാപ്പാട ഉന്നതിയിലെ ഈ ശ്മശാനം വനം വകുപ്പിൻ്റെ ജണ്ടയ്ക്കുള്ളിലാണ്. ആയതിന് ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കുമ്പോൾ DFO അതിന് എതിർപ്പ് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കാലാകാലങ്ങളിലായിട്ട് വനം വകുപ്പുമായിട്ട് ഈ കാര്യങ്ങളിൽ കത്തിടപാടുകൾ നടത്തുന്നു. മുതിർന്ന വന ഉദ്യോഗസ്ഥർ ഹരീഷ് വാസുദേവൻ ഉൾപ്പെടെയുള്ള ആളുകളെ വെച്ചിട്ട് നടത്തിയ വനാവകാശ സെമിനാറിൽ വനത്തിനകത്തുള്ള അല്ലെങ്കിൽ ജണ്ടയ്ക്കുള്ളിലുള്ള ശ്മശാനങ്ങൾക്ക് ചുറ്റുമതിലോ മറ്റു പ്രവൃത്തികളോ നടത്തുന്നതിന് തടസ്സമില്ലെന്നും ആയതിന് ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാമെന്നും പറഞ്ഞാലും DFO ഉൾപ്പെടെയുള്ള ആളുകൾ അതിന് തയ്യാറായിട്ടില്ല. ഇങ്ങനെയുള്ള സാങ്കേതികമായ പ്രശ്നങ്ങളിൽ കുടുങ്ങി ഈ കാട് പിടിച്ച് വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമായി അത് ഒരു വലിയ കൊടുങ്കാടായി മാറിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഉന്നതികളുടെ സമഗ്രമായ വികസനത്തിന് വേണ്ടി TSP ഫണ്ട് ഉപയോഗിക്കുന്നതിനകത്ത് പഞ്ചായത്ത് വീഴ്ച വരുത്തിയിട്ടുണ്ട്. അതേസമയം ആദിവാസി ക്ഷേമത്തിന് മാത്രമായി ചെലവഴിക്കേണ്ട ട്രൈബൽ സബ് പ്ലാൻ ഫണ്ട് വർഷങ്ങളായി പഞ്ചായത്ത് വിനിയോഗിച്ചിട്ടില്ലെന്ന പരാതിയുമുണ്ട്. TSP ഫണ്ട് ഉപയോഗിച്ച് ചുറ്റുമതിൽ നിർമ്മാണം നടത്തണമെന്നാണ് ഉന്നതി നിവാസികളുടെ ആവശ്യം. മഴക്കാലത്ത് ശ്മശാനത്തിലേക്ക് വെള്ളം കയറി മണ്ണിടിഞ്ഞും സംസ്കാരം നടത്താൻ പ്രയാസം നേരിടുന്നുണ്ട്. ഇതിന് പരിഹാരം ചുറ്റുമതിൽ നിർമ്മിക്കുകയാണ്. TSP ഫണ്ട് ഉപയോഗിച്ച് ചുറ്റുമതിൽ നിർമ്മിക്കാനുള്ള നീക്കം നടത്തണമെന്നാണ് അവരുടെ ആവശ്യം. ചെത്തല്ലൂർ മുറിയങ്കണ്ണി പൂവത്താണി റോഡിൻ്റെ 2ാം റീച്ച് നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു. കെ പ്രേംകുമാർ MLA സ്ഥലം സന്ദർശിച്ച് പ്രവൃത്തിയുടെ പുരോഗതി വിലയിരുത്തി. ഏറെ വിവാദങ്ങൾക്കൊടുവിലാണ് പ്രവൃത്തികൾ ആരംഭിച്ചത്. 23.11 കോടി രൂപ വിനിയോഗിച്ച് 10 മീറ്റർ വീതിയിലാണ് മുറിയങ്കണ്ണി മുതൽ പൂവത്താണി വരെയുള്ള റോഡ് ആധുനിക രീതിയിൽ നവീകരിക്കുന്നത്. 18 കൽവർട്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീകൃഷ്ണപുരം മുതൽ മുറിയങ്കണ്ണി പാലം വരെ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനം കഴിഞ്ഞിരുന്നു. എന്നാൽ മുറിയങ്കണ്ണി മുതൽ പൂവത്താണി വരെ പ്രവൃത്തികൾ വൈകുന്നുവെന്നാരോപിച്ച് MLAക്കെതിരെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. പിന്നാലെയാണ് പ്രവൃത്തികൾ ഈ ആഴ്ചയോടെ ആരംഭിച്ചത്. കെ പ്രേംകുമാർ MLA സ്ഥലം സന്ദർശിച്ച പ്രവൃത്തിയുടെ പുരോഗതി വിലയിരുത്തി. KRFB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ R മജാക്കർ, HCR രാജേഷ്, AE അനസ് അഷറഫ്, പഞ്ചായത്ത് അംഗങ്ങളായ P രാധാകൃഷ്ണൻ, PM ബിന്ദു, KV സതീശൻ, ഷഹീർ അലി എന്നിവർ MLAയോടൊപ്പമുണ്ടായിരുന്നു. മലബാർ ടെക്കാണ് റോഡിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തിട്ടുള്ളത്. ഒറ്റപ്പാലം കണ്ണിയമ്പുറം സർക്കാർ സവിശേഷ വിദ്യാലയം മികവിൻ്റെ കേന്ദ്രമാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായി അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയതിൻ്റെ ഉദ്ഘാടനം ജൂലൈ 22 നടക്കും. 25 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയത്. മലബാറിലെ ഏക സർക്കാർ സവിശേഷ വിദ്യാലയം മികവിൻ്റെ കേന്ദ്രമാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായാണ് പ്ലാൻ ഫണ്ടിലെ 25 ലക്ഷം രൂപ വിനിയോഗിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയത്. സാമൂഹികം, അക്കാദമികം, ഭൗതികം തുടങ്ങിയ മേഖലകൾക്ക് ഊന്നൽ നൽകിയാണ് പ്രവൃത്തികൾ നടത്തിയിരിക്കുന്നത്. സ്കൂൾ കവാടത്തിന് ഇരുവശവും വാർലി പെയിൻറ്റിംഗ് വരച്ച് ആകർഷകമാക്കുക, സ്കൂൾ മതിലിൽ മഹത് വചനങ്ങൾ കുറിക്കുക, ഐ ലവ് മൈ സ്കൂൾ ബോർഡ് സ്ഥാപിക്കുക, ചെറിയ പാർക്ക് നിർമ്മിക്കുക, ഫാഷൻ ഡിസൈനിംഗ് പരിശീലനത്തിനായി പ്രൊഡക്ഷൻ യൂണിറ്റ് ആരംഭിക്കുക, നല്ല പാടം കൃഷി പ്രോത്സാഹിപ്പിക്കുക, കമ്മ്യൂണിക്കേഷൻ ആൻഡ് സ്പീച്ച് സ്കിൽസ് വികസനത്തിന് വേണ്ടി ടിന്നിംഗ് പ്രോഗ്രാം ആൻഡ് അവയർനെസ് ക്ലാസ് സംഘടിപ്പിക്കുക, കുട്ടികൾക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കുക, അവധിക്കാല സ്പീച്ചിന് പ്രാധാന്യം നൽകുക തുടങ്ങിയ ഘടകങ്ങൾ ഉൾപ്പെടുത്തിയാണ് പദ്ധതി തയ്യാറാക്കിയത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും നമ്മുടെ ഗവൺമെന്റ് ബദിര വിദ്യാലയം ഒറ്റപ്പാലം സെന്റർ ഓഫ് എക്സലൻസ് ആക്കുന്നതിന് വേണ്ടി 25 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. നമ്മുടെ സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയും കുട്ടികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയും ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഈ ഫണ്ട് അനുവദിച്ചത്. ഫണ്ട് അനുവദിച്ചതിന്റെ ഉദ്ദേശം അനുസരിച്ച് തന്നെ നമ്മൾ അതിന്റെ പദ്ധതി തയ്യാറാക്കുകയും സ്കൂളിന്റെ ഭൗതിക, അക്കാദമിക, സാമൂഹ്യ പ്രവർത്തനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ 25 രൂപയും വളരെ
ഫലവത്തായ രീതിയിൽ തന്നെ നമുക്ക് വിനിയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ ഈ കേൾവി പരിമിതരായ കുട്ടികളുടെ അക്കാദമിക പ്രവർത്തനങ്ങൾക്ക്, അതായത് പഠന സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു സ്പീച്ച് ലാബും ഒരു കമ്പ്യൂട്ടർ ലാബും ഒരു ഓഡിയോളജി റൂമും അതുപോലെ തന്നെ സയൻസ് പാർക്ക്, സയൻസ് ലാബ് എന്നിവയും വളരെ ഈ ഡിജിറ്റലൈസ് ചെയ്ത രീതിയിൽ തന്നെ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല കുട്ടികളുടെ കായിക വികസനത്തിന് ആവശ്യമായിട്ടുള്ള പാർക്കും ഒരു ലോങ് ജമ്പ് പിറ്റും നമുക്ക് ഈ ഫണ്ട് ഉപയോഗിച്ച് വിനിയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ചുവര്, സ്കൂളിന്റെ മതിലും കവാടവും ഒക്കെ മനോഹരമാക്കുന്നതിനും പഠന അനുഭവങ്ങളിലൂടെ കുട്ടികൾക്ക് പാഠഭാഗങ്ങൾ മനസ്സിലാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ചുമരുകളിൽ ചിത്രം വരച്ച് മനോഹരമാക്കുവാനും ഇതിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ജൂലൈ 22-ന് പദ്ധതിയുടെ ഉദ്ഘാടനം കെ പ്രേംകുമാർ MLA നിർവഹിക്കും. മേഖലകളിൽ നടക്കുന്ന മാറ്റത്തോടും മുന്നേറ്റത്തോടുമൊപ്പം പ്രത്യേകമായ ശ്രദ്ധ വേണ്ടുന്ന സ്കൂളുകളെ, സ്പെഷ്യൽ സ്കൂളുകളെ നല്ല നിലയിൽ പരിഗണിക്കാനും അവയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും കൂടുതൽ കുട്ടികൾക്ക്, അധ്യാപകർക്ക്, PTA ഉൾപ്പെടെയുള്ളവർക്കൊക്കെ അഭിമാനിക്കാവുന്ന നിലയിൽ അതിൻ്റെ പ്രവർത്തനങ്ങളെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള വ്യത്യസ്ത നിലയിലുള്ള പരിപാടികൾ 25 ലക്ഷം രൂപയാണ് ഈ സെൻറ്റർ ഓഫ് എക്സലൻസിന്, മികവിൻ്റെ കേന്ദ്രത്തിന് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് അനുവദിച്ചത്. അതുകൊണ്ടുള്ള പ്രവൃത്തികൾ അത് നമ്മുടെ വിദ്യാലയത്തിൻ്റെ എൻട്രൻസ് ഗേറ്റ് ഉൾപ്പെടെ അതിൻ്റെ സമീപത്തെല്ലാം ഏറ്റവും നല്ല ആകർഷകമായിട്ടുള്ള ചിത്രങ്ങളും വരകളുമെല്ലാം പെയിന്റിങ്ങുമെല്ലാം നടത്തിക്കൊണ്ട് ആ കേന്ദ്രത്തിൻ്റെ കവാടം തന്നെ മനോഹരമാക്കുന്നത് തൊട്ട് അവിടെയുള്ള വ്യത്യസ്ത നിലയിലുള്ള പ്രവർത്തനങ്ങൾ ഒരു മികവിൻ്റെ കേന്ദ്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ഓരോന്നോരോന്നായി ഈ സന്ദർഭത്തിൽ വിശദീകരിക്കുന്നില്ല. ഇത്തരം കാര്യങ്ങളെല്ലാം മാധ്യമങ്ങളെല്ലാം അറിയിച്ച്, നാടിനെ അറിയിച്ച് നടത്തേണ്ടതുണ്ട്. 25 ലക്ഷം രൂപ, അവിടെ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 50-ൽ താഴെ കുട്ടികളാണ് അവിടെ പഠിക്കുന്നത്. അപ്പോൾ കുറച്ച് എണ്ണത്തിൽ കുറവ് മക്കളാണെങ്കിൽ പോലും അവരുടെ വിദ്യാഭ്യാസത്തിൽ, അവിടെ താമസിച്ച് പഠിക്കുന്ന കുട്ടികളുടെ ഭക്ഷണം, അതുപോലെ തന്നെ അവരുടെ ഹോസ്റ്റൽ സൗകര്യം, ആ കാര്യങ്ങളിലെല്ലാം നല്ല നിലയിൽ ശ്രദ്ധ പതിപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമം ഗവൺമെന്റ് നടത്തുന്നതിന്റെ തുടർച്ചയിലാണ് അഡീഷണലായി അവിടെ നമുക്ക് ഒരു 25 ലക്ഷം രൂപയുടെ മികവിന്റെ കേന്ദ്രമാക്കി അത് മാറ്റിയെടുത്തിട്ടുള്ളത്. ഒറ്റപ്പാലത്തെ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി, കൗൺസിലർ കെ മണികണ്ഠൻ, ഹെഡ്മിസ്ട്രസ് ML മിനികുമാരി, MPTA പ്രസിഡന്റ് ഫെമിന തുടങ്ങിയവരും പങ്കെടുത്തു. ഒരു ചെറിയ ഇടവേള കൂടി. എല്ലാ പ്രവാസികളും ക്ഷേമനിധി അംഗത്വം നേടണമെന്ന് പ്രവാസി ക്ഷേമ നിയമസഭാ സമിതി അധ്യക്ഷൻ AC മൊയ്തീൻ MLA പറഞ്ഞു. പ്രവാസി ക്ഷേമവുമായി ബന്ധപ്പെട്ട് മലപ്പുറത്ത് നടന്ന നിയമസഭാ സമിതി സിറ്റിംഗിൽ സംസാരിക്കുകയായിരുന്നു AC മൊയ്തീൻ MLA. പ്രവാസി ക്ഷേമനിധിയിൽ അംഗത്വമെടുത്ത് അംശാദായം അടയ്ക്കാൻ എല്ലാ പ്രവാസികളും ശ്രദ്ധിക്കണമെന്ന് പ്രവാസി ക്ഷേമവുമായി ബന്ധപ്പെട്ട നിയമസഭാ സമിതിയുടെ അധ്യക്ഷൻ AC മൊയ്തീൻ MLA പറഞ്ഞു. സംഘടനകളിലെ അംഗങ്ങളെല്ലാം പ്രവാസി ക്ഷേമ സമിതിയിൽ അംഗങ്ങളാണെന്ന് സംഘടനകൾ ഉറപ്പുവരുത്തണം. പ്രവാസി സംഘടനകൾ ഇക്കാര്യം ശ്രദ്ധിക്കണം. പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാവാൻ അംഗത്വം അനിവാര്യമാണെന്നും AC മൊയ്തീൻ MLA പറഞ്ഞു. പ്രവാസി ക്ഷേമനിധി ബോർഡിന്റെ ഓഫീസ് മലപ്പുറം ജില്ലയിൽ തുറക്കണമെന്ന പ്രവാസികളുടെ ആവശ്യം പരിഗണിക്കുമെന്നും എല്ലാ ജില്ലയിലും ഓഫീസ് തുറക്കണമെന്നതാണ് സമിതിയുടെ കാഴ്ചപ്പാടെന്നും AC മൊയ്തീൻ പറഞ്ഞു. പ്രവാസികൾക്ക് വലിയ അംഗീകാരമാണ് ലോക കേരള സഭ എന്ന ആശയത്തിലൂടെ സംസ്ഥാന സർക്കാർ നൽകിയത്. വിദേശ മലയാളികളുടെ എണ്ണം സംബന്ധിച്ച വിവരശേഖരണം കുറ്റമറ്റതാക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി വിവരശേഖരണം നടത്താമെന്ന പ്രവാസി സംഘടനകളുടെ നിർദ്ദേശം നിയമസഭാ സമിതി പരിഗണിക്കും. പ്രവാസി സംരംഭകർക്ക് ബാങ്കുകൾ വായ്പ നിഷേധിക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ അത്തരം ബാങ്കുകൾക്കെതിരായ പരാതികൾ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയിൽ ഉന്നയിക്കുമെന്നും AC മൊയ്തീൻ പറഞ്ഞു. കേരളത്തിൽ പ്രവാസികൾ ഏറ്റവും കൂടുതലുള്ളത് മലപ്പുറം ജില്ലയിലാണ്. എന്നിട്ടും നിരവധി പേർ ക്ഷേമനിധിയിൽ അംഗത്വം എടുത്തിട്ടില്ലെന്ന് സമിതി അംഗമായ ഡോക്ടർ KT ജലീൽ MLA പറഞ്ഞു. വിദേശത്തെ പ്രവാസി സംഘടനകൾ മെമ്പർഷിപ്പ് ക്യാമ്പയിനുകൾ നടത്തുമ്പോൾ ക്ഷേമനിധിയിൽ കൂടി അംഗത്വം എടുപ്പിക്കാൻ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നിയമസഭാ സമിതി അംഗങ്ങളായ ET ടൈസൺ, KN ഉണ്ണികൃഷ്ണൻ എന്നിവരും സിറ്റിംഗിൽ പങ്കെടുത്തു. നിയമസഭാ സെക്രട്ടേറിയറ്റ് നോർക്ക സമിതി അണ്ടർ സെക്രട്ടറി K ആനന്ദ്, അഡീഷണൽ SP ബിജുരാജ്, നോർക്ക റൂട്ട്സ് സെന്റർ മാനേജർ C രവീന്ദ്രൻ, പ്രവാസി ക്ഷേമനിധി ബോർഡ് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ S നവാസ്, ജില്ലാ പ്രവാസി പരിഹാര സമിതി കൺവീനർ VK മുരളി എന്നിവർ സംസാരിച്ചു. കേരള പ്രവാസി സംഘം, പ്രവാസി ഫെഡറേഷൻ, പ്രവാസി ലീഗ്, പ്രവാസി കോൺഗ്രസ്, ഗൾഫ് മലയാളി കോർഡിനേഷൻ കമ്മിറ്റി, ഗ്ലോബൽ പ്രവാസി അസോസിയേഷൻ എന്നീ സംഘടനകളുടെ പ്രതിനിധികൾ പ്രവാസികൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ സമിതിയുടെ മുന്നിൽ അവതരിപ്പിച്ചു. ഇതിന്റെ ഡാറ്റാബേസിനെ കുറിച്ച് ഇവിടെ ഇത് വന്നു. അതിപ്പോ നോർക്ക് അതിനൊരു ശ്രമം തുടങ്ങുകയാണ്. ഞങ്ങളുടെ സമിതി ഈ വിഷയം എടുത്തു. ഇത് എടുക്കാൻ കാരണം
നമ്മുടെ ഇവിടുന്ന് ധാരാളം ആളുകൾ, കുട്ടികൾ പഠിക്കാൻ പോകുന്നുണ്ട്. ലോകത്തിന്റെ പല ഭാഗത്തും ഉക്രൈൻ യുദ്ധം ഉണ്ടായപ്പോഴാണ് അതിന് ഉത്സാഹി വന്നത്. ഇവരെ പ്രവാസി ലിസ്റ്റിലില്ല, നിർവചനത്തിലില്ല, കേന്ദ്ര ഗവൺമെന്റ് നിർവചനത്തിലില്ല. പ്രവാസി എന്ന് പറയുന്നതിന് ഒരു കേന്ദ്ര നിയമമുണ്ടല്ലോ. ഈ പഠിക്കാൻ പോണ കുട്ടികളില്ല. ആ പ്രശ്നമാണ് ഞങ്ങളുടെ മുമ്പിൽ വന്നത്. അത് ചർച്ച ചെയ്തപ്പോഴാണ് എത്ര കുട്ടികൾ പോകുന്നുണ്ട്. ഒരു കേരളത്തിൽ നിന്നല്ല, കേരളത്തിൽ നിന്ന് രജിസ്റ്റർ ചെയ്യാൻ ഇങ്ങനെ വിദ്യാർത്ഥികളെ പഠിക്കാൻ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഏജൻസികളുടെ കയ്യിൽ നിന്ന് ആ വിവരം ശേഖരിക്കാൻ കേരള ഗവൺമെന്റിന് നടപടിയെടുക്കാം. പക്ഷേ ഇത് കേരളത്തിന് വെളിയിലാണ്. ആ കേരളത്തിന്റെ വെളിയിൽ നിന്ന് കൊണ്ടുപോകുന്നവരുടെ യോഗ്യതയോ വിശ്വാസ്യതയോ ഒന്നും പരിശോധിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് ചെയ്യുന്നതിനെ പറ്റൊന്നുമില്ല. ഞങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഞങ്ങൾ പറയുന്നതാണ്. അപ്പോ കുട്ടികളുടെ മാത്രമല്ല, ഇത് മറ്റുള്ള തൊഴിൽ റിക്രൂട്ട്മെന്റിന്റെ കാര്യത്തിലും ഇങ്ങനെ ചില ഏജൻസികൾ നമ്മുടെ രാജ്യത്തുള്ള നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. ഈ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റിനോട് ഞങ്ങൾ പറഞ്ഞത്, ഇത്തരം ഒരു കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തി ഈ ഡാറ്റാബേസ് ഉണ്ടാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് കൂടി ഇടപെടൽ വേണം, സംസ്ഥാന ഗവൺമെന്റ് ഇടപെടൽ വേണം. ഈ ശുപാർശ ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഇവരുടെ മാത്രം, നോർക്കയുടെ മാത്രം ഒരു പരിധിയിൽ വരുന്ന ഒരു കാര്യമല്ല, കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും ഒക്കെ കൂട്ടായ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ്. സംസ്ഥാന ആയുഷ് പ്രഥമ കായകൽപ്പ് അവാർഡിന് അർഹമായ ഒറ്റപ്പാലം സർക്കാർ ആയുർവേദ ആശുപത്രിയിലെ ജീവനക്കാരെ ആദരിച്ചു. ഒറ്റപ്പാലം MLAയുടെയും നഗരസഭയുടെയും ആദരവ് നഗരസഭാ ഹാളിൽ വെച്ച് നടന്നു. സംസ്ഥാനത്ത് ഉപജില്ലാ ആശുപത്രി വിഭാഗത്തിലാണ് കണ്ണിയമ്പുറത്തെ സർക്കാർ ആയുർവേദ ആശുപത്രി ഒന്നാം സ്ഥാനത്തിന് അർഹരായത്. ശുചിത്വം മാനദണ്ഡമാക്കിയുള്ള പുരസ്കാരത്തിന് 98.97% മാർക്ക് നേടിയാണ് ഒന്നാം സ്ഥാനത്തെത്തിയത്. 2024-2025 കാലഘട്ടത്തിലെ പ്രവർത്തന മികവിൻ്റെ നേർസാക്ഷ്യമാണ് പുരസ്കാരം. 5 ലക്ഷം രൂപ പുരസ്കാര തുകയായി ആശുപത്രിക്ക് ലഭിക്കും. രോഗം പകരാതിരിക്കാനുള്ള സംവിധാനങ്ങൾ, പ്രതിരോധ കുത്തിവയ്പ് നടപടികൾ, കൃത്യമായ മാലിന്യ സംസ്കരണം തുടങ്ങിയ വിവിധ മാനദണ്ഡങ്ങൾ വിലയിരുത്തിയാണ് പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തത്. ആശുപത്രിയിലെ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും കൂട്ടായ പരിശ്രമമാണ് പുരസ്കാരത്തിന് വഴി തെളിച്ചതെന്ന് അനുമോദന ചടങ്ങിൽ കെ പ്രേംകുമാർ MLA പറഞ്ഞു. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മികച്ച ആയുർവേദ ആശുപത്രിയായി അഥവാ കായകൽപ്പ പുരസ്കാരത്തിന് അർഹത നേടിയിരിക്കുകയാണ്. പുരസ്കാരം എന്ന് പറയുന്നത്, കായകൽപ്പ പുരസ്കാരത്തിന് ഒട്ടനേകം മാനദണ്ഡങ്ങളുണ്ട്, മാർഗനിർദ്ദേശങ്ങളുണ്ട്. അത് ശുചിത്വവുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ആ ആശുപത്രിയിൽ വരുന്ന രോഗി സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട്, ചികിത്സ തേടുന്ന രോഗികൾക്ക് അതിന് ശേഷം ലഭിക്കുന്ന മാനസികമായിട്ടുള്ള അവരുടെ സംതൃപ്തി ഉൾപ്പെടെ, അവിടുത്തെ ജീവനക്കാരുടെ പെരുമാറ്റം, എല്ലാ നിലയിലും ഒട്ടനേകം കാര്യങ്ങൾ പരിശോധിച്ച് ഏറ്റവും ഒടുവിൽ യഥാർത്ഥത്തിൽ ഒരു വലിയ മത്സരത്തിൽ പങ്കെടുത്താണ്. നമ്മുടെ ആശുപത്രി മാത്രമല്ലല്ലോ ഉള്ളത്, ഒട്ടനേകം ആശുപത്രികളുണ്ട്. ആ ആശുപത്രികളിൽ രോഗികൾക്ക് മികച്ച ചികിത്സ ലഭിക്കുന്ന ആശുപത്രിയിൽ ഡോക്ടർമാർ രോഗികളുടെ താല്പര്യങ്ങളും എല്ലാം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഇടപെടുന്ന ആ നിലയിലുള്ള ഒരു മികച്ച ആയുര കേന്ദ്രമായി നമ്മുടെ ആശുപത്രിക്ക്, കണ്ണിയമ്പുറത്തെ ആയുർവേദ ആശുപത്രിക്ക് മാറാൻ കഴിഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് കായകൽപ്പ് പുരസ്കാരം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി, വൈസ് ചെയർമാൻ കെ രാജേഷ്, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്തിന്റെ മാതൃവിഭാഗമായ സൈന്യ മാതൃശക്തിയുടെ ആഭിമുഖ്യത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടനം കടമ്പളിപ്പുറം വായില്യംകുന്ന് ഭഗവതി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് റിട്ടയർഡ് കേണൽ M. അച്യുതൻ ഉദ്ഘാടനം നിർവഹിച്ചു. സൈന്യമാതൃശക്തി ജില്ലാ പ്രസിഡന്റ് ജയ അച്യുതൻ അധ്യക്ഷത വഹിച്ചു. DSOI പാലക്കാട് ജില്ലയുടെ ചെയർമാൻ KM നായർ മുഖ്യാതിഥിയായി. ജില്ലാ ജനറൽ സെക്രട്ടറി മുരളീധരൻ, ഇന്ദു മുരളീധരൻ, മുകുന്ദൻ, ശാരദ, ഇന്ദിര രവി, മാലതി, ശാന്ത, ശങ്കരനാരായണൻ, ശ്രീധരൻ K എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. എല്ലാ വർഷവും കർക്കിടക മാസം 1-ാം തീയതി തൊട്ട് 31-ാം തീയതി വരെ എല്ലാ വീടുകളിലും എല്ലാ അമ്പലങ്ങളിലും വായിച്ചു തീർക്കുന്ന ഒരു പരമ്പരയാണ് രാമായണം എന്ന് പറഞ്ഞാൽ. അത് നമ്മുടെ ശ്രീരാമ ഭഗവാന്റെ യാത്രയെക്കുറിച്ചുള്ള ഒരു കഥ പറച്ചിൽ മാത്രമായി കണക്കാക്കാൻ പാടില്ല. അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കഥയാണ്. വാൽമീകി എന്ന് പറഞ്ഞ ഋഷിയാണ് ഈ രാമായണം കുറിച്ചതെന്നുള്ള കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇവിടെ വാൽമീകി ഋഷിക്ക് എങ്ങനെയാണ് രാമായണം എഴുതാനുള്ള പ്രചോദനം ഉണ്ടായത് എന്നും എല്ലാവർക്കും അറിവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാലും അദ്ദേഹം
ഒരു തവണ നാരദമുനിയെ കാണുകയുണ്ടായി. നാരദമുനിയുടെ ആവശ്യപ്രകാരം അദ്ദേഹം തപസ്സിരിക്കുമ്പോൾ അദ്ദേഹം മരണത്തെ ചൊല്ലിക്കൊണ്ടുള്ള മാര എന്നുള്ള ഒരു വാക്ക് ഉപയോഗിച്ച് ചോദിച്ച് മാര 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 എന്ന് പറഞ്ഞാണ് രാമനായി മാറിയത്. നിത്യാനന്ദാശ്രമം മഠാധിപതി സ്വാമിനി പ്രിയാനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഭാരതാംബയുടെ കാവൽക്കാരായിട്ടുള്ള സൈനികർ തന്നെയാണ്, അത് പറയാതിരിക്കാൻ പറ്റും. അതേപോലെ നമ്മളെ ആദ്യാക്ഷരം കുറിച്ച് തന്ന നമ്മുടെ അധ്യാപകർ, അതേപോലെ നമുക്ക് ഭക്ഷണം തന്ന് നമ്മളെ എല്ലാ ജോലിക്കും പ്രാപ്തമാകണമെങ്കിൽ ശരീരം മുഖ്യമാണല്ലോ. അതിനു വേണ്ടിയിട്ട് രാപ്പകൽ പാടത്ത് പണിയെടുക്കുന്ന കർഷകർ, അതുപോലെ തന്നെ മാത്രമല്ല ഇവരുടെയൊക്കെ ജീവനെ രക്ഷിക്കാൻ തരത്തിൽ ഡോക്ടേഴ്സ്, ഇങ്ങനെ പല തലങ്ങളിലും വർക്ക് ചെയ്യുന്നവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എല്ലാവരും ഈ സമാജത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. ഈ രാമായണ മാസ ആചരണത്തിൽ നമുക്ക് രാമായണം തരുന്ന സന്ദേശം എന്ത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ സന്ദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ രാമായണം പാരായണം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിൽ വ്യക്തിതലത്തിലായിക്കോട്ടെ ഈ രാജ്യത്തിലായിക്കോട്ടെ ഒരു സമൂലമായ പരിവർത്തനം കൊണ്ടുവരാൻ സാധിക്കും. എങ്ങനെ പരിവർത്തനം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും എന്ന് ചോദിച്ചാൽ ധാർമ്മിക പരിവർത്തനം എന്ന് പറയാം. ഈ രാമായണം വേണ്ടത്ര നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, അത് വേണ്ടത്ര അനുസന്ധാനം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ദുഃഖിക്കില്ല. സൈന്യമാതൃശക്തി അംഗങ്ങളുടെ സമൂഹ രാമായണ പാരായണവും ലളിതാ സഹസ്രനാമാർച്ചനയും നടന്നു. BJP കരിമ്പ ഏരിയ കമ്മിറ്റിയുടെ ഓഫീസ് BJP ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് ജയപ്രകാശ് കാളിയോട് അധ്യക്ഷനായി. മണ്ഡലം വൈസ് പ്രസിഡന്റ് P സന്തോഷ്, ജനറൽ സെക്രട്ടറി PV ഗോപാലകൃഷ്ണൻ, കല്ലടിക്കോട് ഏരിയ പ്രസിഡന്റ് P ശരത്ത്, OR ശിവൻ, KR വിജയൻ, BK ചന്ദ്രകുമാർ, രാജു കാട്ടുമറ്റം, T ദാമോദരൻ, ഗോപാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. മണ്ണാർക്കാട് തിരുവിഴാംകുന്ന് ഫാമിലെ മരം മുറി, ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ അന്വേഷണ റിപ്പോർട്ടിൽ തിരിമറിയെന്ന് കോൺഗ്രസ്. മരം കൊള്ളയ്ക്ക് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി വേണമെന്നും നിയമപരമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ. നിപ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ജനങ്ങൾ ദുരിതത്തിലെന്ന് CPM. അവശ്യ സാധനങ്ങളും രോഗികൾക്ക് പരിചരണവും ഉറപ്പാക്കണമെന്നാവശ്യം. ചങ്ങലേരിയിൽ ഡ്രോൺ ഉപയോഗിച്ചും കണ്ടെയ്ൻമെന്റ് സോണുകളിൽ പരിശോധന. മണ്ണാർക്കാട് ബ്ലോക്ക് പരിധിയിലെ 4 ഗ്രാമപഞ്ചായത്തുകളിൽ സെക്രട്ടറിമാരില്ല. സ്ഥലം മാറിപ്പോയ സെക്രട്ടറിമാർക്ക് പകരം പുതിയ നിയമനം നടന്നില്ല. ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് UDF ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ഭരണം പിടിക്കാനുള്ള ഗൂഢനീക്കമെന്ന് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം. മഴ വീണ്ടും ശക്തിപ്പെട്ടതോടെ പട്ടാമ്പി ടൗണിൽ യാത്രാ ദുരിതം. ബസ് സ്റ്റാൻഡ് മുതൽ മേലെ പട്ടാമ്പി വരെ റോഡിൽ നിറയെ കുഴികൾ. ഇത് കാരണം അപകടങ്ങളും ഗതാഗതക്കുരുക്കും പതിവ്. ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള കർശന നടപടികൾ ഉറപ്പാക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ഉത്തരവ് ബസ്സിടിച്ച് അതിഥി തൊഴിലാളി മരിച്ച അപകടത്തിന് പിന്നാലെ സമർപ്പിക്കപ്പെട്ട പരാതി. മാസത്തിലൊരിക്കൽ ബസ് സ്റ്റാൻഡിൽ പരിശോധന നടത്തണം. ചെറുപ്പശ്ശേരി ബസ് സ്റ്റാൻഡിലെ അപകടാവസ്ഥയിലുള്ള കെട്ടിടം ഉടൻ പൊളിക്കും. കെട്ടിടത്തിലെ വ്യാപാരികളോട് ഒഴിയാൻ നോട്ടീസ് നൽകി നഗരസഭ. 7 കോടി രൂപ ചെലവിൽ ബസ് സ്റ്റാൻഡ് നവീകരിക്കാൻ പദ്ധതി.